താങ്ക് യു സോ മച്ച്. അപ്പോ ആദ്യമായിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം വെച്ചാല് എന്നാലും ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ദൈവത്തോടും അതുപോലെ തന്നെ ഞാനൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വരാൻ കാരണക്കാരായിട്ടുള്ള എൻ്റെ എല്ലാ അപ്ലൈ ലീഡേഴ്സിനോടും നന്ദി വരാണ്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊന്നല്ല, തുടക്കത്തിൽ എന്നത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നെ കൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ഇപ്പൊ ഹൈർ ചോന്ന ഷോപ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും അഷ്കർ ഉണ്ടായിരുന്നത്. ഒരു സാധാരണ എന്താ പറയാ കളിച്ച് നടക്കുന്ന ഒരു അഷ്കർ ഇന്ന് ഈ രീതിയിലെ ആളുകൾ പല പേരിട്ടും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഫാഷനബിളാണ്. അപ്പൊ എന്തായാലും ഇന്ന് എന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. എന്റെ ഒരു എക്സ്പീരിയൻസുകൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആര് എവിടുന്ന് വന്നു എന്ന് നിങ്ങൾ അറിയണം. പലരും പറയുന്ന കാര്യമാണ്, അഷ്കറെ നിനക്ക് എങ്ങനെയാണ് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുക, ഇതിൽ വിജയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്റെ പ്രായമുള്ള ഒരുപാട് പയ്യന്മാര് അവരോടൊക്കെ നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞു പോയിട്ട് ഒരിക്കലും ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, റിസ്ക് എടുക്കാനായിട്ട് തയ്യാറുമല്ല. ബട്ട് എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് സാർ നേരത്തെ പറഞ്ഞു ഫോർസൈറ്റ്, ട്രിപ്പിൾ സൈറ്റ്, ഗോൾഡ്, കാറ്, 3 എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടായിരുന്നു. ആ തീ ഉണ്ടാവാനൊരു കാരണമുണ്ട്. എല്ലാവർക്കും അറിയാം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ സ്റ്റുഡൻ്റ് അല്ല, ഇനി നെക്സ്റ്റ് MBA പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BBA ഗ്രാജുവേഷൻ ആയിട്ടുണ്ട്. BBA ഏവിയേഷൻ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ബാംഗ്ലൂരായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എൻ്റെ ഒരു ഫാമിലി തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം CA എന്ന് പറഞ്ഞൊരു കോഴ്സ് കയറി. CA ഒരു 1 ഇയർ പോയി. അതിനുശേഷം ഞാൻ ഉപ്പാണ്ട് പറഞ്ഞു, ഉപ്പ എനിക്ക് CA ആണ്ട, എനിക്ക് ഏവിയേഷൻ ഫീൽഡ് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പം തന്നെ ഉപ്പ ബാംഗ്ലൂർക്ക് തട്ടി. എന്നെ സംബന്ധിച്ച് വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഉപ്പ നടത്തി തന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റേണ്ട സാഹചര്യമൊന്നും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫസ്റ്റ് ഒരു 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് മാസം 10-14 ആഴ്ചയിലും ഞങ്ങളവിടെ പാർട്ട് ടൈം ജോബിനും പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ തുടക്കത്തിൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ പൈസ ഇതൊന്നല്ല, ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലേക്ക് അപ്ലൈയിലേക്ക് വരും, 3 മാസം 6 മാസം കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് വരുള്ളൂ, വീട്ടുകാരെ കാണാനൊക്കെ. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്ത് ഞാൻ വീട്ടുകാർ പറഞ്ഞു, ഉമ്മ ഉപ്പ കോളേജ് പോകണമെങ്കിൽ എനിക്കൊരു ബൈക്ക് വേണം. ഞാൻ പറഞ്ഞു 2 ദിവസം കൊണ്ട് എനിക്ക് ബൈക്ക് തന്നു. ആ ബൈക്ക് കൊണ്ടാണ് പിന്നോട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എന്റെ ഗോൾസ്, ഞാൻ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും, ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടി. എന്നെ സംബന്ധിച്ച് ഞാൻ ഫുൾ ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ച് വേറെ ബിസിനസ് മേഖല തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, പുതിയ സോഴ്സ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഫുൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം കൊറോണ എന്ന് പറയുന്ന മഹാമാരി നിങ്ങളെല്ലാവരും പിടിപെട്ട പോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും എത്ര താഴ്ന്നവരും എത്ര പൊന്തിയവരാണെന്നും എല്ലാവരും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായി. ഈ ഒരു സമയത്ത് എന്തുണ്ടായി, അവിടെ ക്ലാസ്സൊക്കെ ഡ്രോപ്പല്ല, ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റുഡൻസിനും നാട്ടിലേക്ക് അയച്ചു. ഈ ഒരു സമയത്ത് ഞാൻ അപ്പോഴും അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ അവരെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് നേരിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടെന്ന് സത്യം പറഞ്ഞ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കേണ്ട കാരണം മറ്റൊന്നല്ല, ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഉപ്പ പണ്ടുള്ളത് ഒരു ടർഫ് ഉണ്ടായിരുന്നു. ടർഫിൽ വെച്ച് കളിയില്ല, ബിൽഡിംഗ് ആണെങ്കിൽ രണ്ടും കിട്ടുന്നില്ല, പിന്നെ കാറ്ററിംഗ് സർവീസ് ഉള്ളതാണെങ്കിൽ അതിന് പണിയില്ല. ഇതൊക്കെ എനിക്ക് 1 രൂപ വരുമാനമില്ലാതെ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന സമയം. ഞാൻ വിചാരിച്ചു പണത്തല്ല പൈസ സത്യം പറയാണ്. അപ്പൊ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയം. അപ്പോ പെട്ടെന്ന് ഒരു ദിവസം ഉപ്പാന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ട് ഉപ്പ ചെയ്ത കാര്യം തലച്ചോറിന് കേൾക്കണം, ഈ ഒരു 800 ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. എൻ്റെ ഒരു കസിൻ വന്ന് ഉപ്പാനോട് ബിസിനസ് പ്ലാൻ പറഞ്ഞു, ഉപ്പ ബിസിനസ് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ഒരുപാട് ആശിച്ച് ഒരുപാട് കൊതിച്ച് വാങ്ങിയൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് എപ്പോഴും എല്ലാ മീറ്റിങ്ങിലും പറയുന്ന കാര്യമാണ്, ഒരു ഇന്നോവ കാർ. അത്
ഒരു 18 വയസ്സുകാരനൊക്കെ ഒരു കാറൊക്കെ ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോ അത്രയും അടിച്ചു പൊളിച്ചൊക്കെ വരുന്ന സമയമായിരുന്നു. ഈ സമയത്ത് കൊറോണ സമയത്ത് ഉപ്പാക്ക് ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്നപ്പോ ഈ വണ്ടി എടുത്ത് വിറ്റു. ഈ വണ്ടി എടുത്ത് വിറ്റ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടാവില്ല, എന്നോട് ചോദിച്ചാൽ സമ്മതിക്കില്ല എന്ന് ഉപ്പാക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത് വിറ്റു. അല്ല വിറ്റ കുഴപ്പമില്ല, ഉപ്പാൻ്റെ വണ്ടിയാണ്. അത് വിറ്റു. പെട്ടെന്ന് ഇപ്പൊ കാറ് മാറ്റി ഷിഫ്റ്റ് ആക്കി. അപ്പോൾ ആ താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് ഉപ്പ ഈ 800 രൂപയുടെ ബിസിനസ്, കാരണം മറ്റുള്ള എല്ലാ ജോലികളും മുടങ്ങി കിടക്കുകയാണ്, ഒരു 800 രൂപയുടെ ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് എനിക്ക് എന്നെ സങ്കടമായി തുടങ്ങി. എന്തിനാണ് ഇപ്പൊ ഈ 800 രൂപയുടെ ഈ പരിപാടി? ഞാൻ കേട്ടിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവാണ്. കാരണം എനിക്കൊന്നാമത് ഈ ഒരു ബിസിനസ് താല്പര്യമില്ല. അതിന്റെ കാര്യം മറ്റൊന്നല്ല, ഒരുപാട് പേര് ഞാനിപ്പോ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തിന് ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഒന്ന് പറയും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയാണ് ഉണ്ടാവില്ല. കാരണം ഇതൊരു തട്ടിപ്പ് കമ്പനി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇത് വലിയ പൊട്ടൻഷ്യലുള്ള വലിയൊരു മേഖലയാണെന്നുള്ളതൊന്നും എൻ്റെ ധാരണയിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് നല്ല കുറച്ചിലായി. അത് കുറച്ചിലാൻ കാരണം പറ്റുന്നല്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇപ്പൊ ഈ ബിസിനസ്സിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്നെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ ഇപ്പം മറ്റു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാന്ന് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഉപ്പാന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത് 10 മിനിറ്റും 20 മിനിറ്റൊക്കെ സ്വന്തം വോയിസിൽ ഹൈറിച്ചിന്റെ പ്ലാൻ എടുത്ത് പറഞ്ഞ് എല്ലാവർക്കും വാട്സിൽ അയച്ചു കൊടുക്കപ്പെടും. ഫോർമാറ്റ് മെസ്സേജ് ഒന്നല്ല, പേഴ്സണലായിട്ട് ഈ ഹൈറിച്ചിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് അയക്കുക. ഒരു 1.5 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് പുള്ളിക്കൊന്നും ആരും കിട്ടുന്നില്ല. അപ്പോ ഞാനാണെങ്കിൽ അടിപൊളി നെഗറ്റീവുകളാണ്. അതുണ്ടാവില്ല, എല്ലാ ഫാമിലിയും ഉണ്ടാകും ഓരോ നെഗറ്റീവുകൾ, ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് വരുന്ന എൻ്റെ ഫാമിലിയിൽ ഞാൻ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ലക്ഷ്യമായിരുന്നുള്ളൂ, ഹൈറിച്ചിലൂടെ ഒരുപാട് വരുമാനം വാങ്ങണം എന്നല്ല, എൻ്റെ ഉപ്പാൻ എങ്ങനെയെങ്കിലും ഈ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്ത ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് സെർച്ച് ചെയ്തു. ഈ ഹൈറിച്ച് തട്ടിപ്പ് എന്ന് അടിച്ച സമയത്ത് തട്ടിപ്പിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഹൈറിച്ചിന്റെ പ്ലാൻ പ്രസന്റേഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഇത് കണ്ട സമയത്ത് ആദ്യം ഷെരീഫ് സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പുള്ളിയുടെ വീഡിയോ കണ്ടത്. ആളൊരു മൈക്കൊക്കെ എടുത്ത് ഹാളിൽ പോയിട്ട് ഇങ്ങനെ വീട്ടിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ബിസിനസ് പോയിട്ട് ഒരു കുന്തം ചെയ്തിട്ടില്ല. കടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, അടിച്ചു പൊളിക്കുക, ഈ ഇത് മാത്രമുള്ളതാണ് മനസ്സിലായി. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് ചെയ്യാന്നുള്ളതാണ്. വേറെ ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞാൽ അങ്ങനെ നോക്കി ആ വീഡിയോ കണ്ടില്ല. ഞാൻ എന്താ നെഗറ്റീവ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഹൈറിച്ചിൽ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പഠിച്ചത്. ഹൈറിച്ചിന്റെ നെഗറ്റീവ് കണ്ടെത്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് താഴെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഹൈറിച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഞാനതിൽ ജോയിൻ ചെയ്തിട്ട് ഞാനൊരു 2 മാസത്തോളം ഞാൻ അടിച്ചു പൊളിച്ചിരുന്നു അവിടെ. കാരണം വെച്ചാൽ അടിപൊളി നെഗറ്റീവ് ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാർ ഹൈറിച്ചിനെ പൊക്കി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ അടിച്ചമർത്തി ഞാൻ എന്ത് ചെയ്യും, അതിന്റെ റിപ്ലൈ കൊടുക്കും. അത്രയും നെഗറ്റീവ് കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഹൈറിച്ചിനെ ഫുൾ നെഗറ്റീവ് അറിയാം, ഹൈറിച്ച് തട്ടിപ്പാണ്, ഇതുപോലെ നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു സമയം എനിക്കുണ്ടായിരുന്നു. എപ്പോൾ ആലോചിക്കും എനിക്ക് ചിരി എഴുതി പറഞ്ഞാൽ. ഓക്കെ, അപ്പോ അങ്ങനെ പഠിച്ച് എനിക്ക് കിട്ടി മനസ്സിലാക്കാൻ പറ്റിയ നെഗറ്റീവ് ഉണ്ട്. എന്താ അറിയോ, ഞാൻ ഉപ്പാണ്ട് ഒന്ന് പറഞ്ഞു ചെയ്തത്, ഉപ്പ ഹൈറിച്ചിന്റെ മുളക് പൊടി കംപ്ലൈന്റ് ആണെന്ന് നല്ല പരാതി കിട്ടുന്ന പറഞ്ഞു. അപ്പൊ എൻ്റെ ഉപ്പ പറഞ്ഞ കാര്യമുണ്ട്, മോനെ ഹൈറിച്ചിന് സ്വന്തമായിട്ട് മുളക് പൊടി അച്ചാർ പൊടി ഒന്നും ഇല്ല. നിങ്ങൾ ഇന്ന് നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റേൺ നിറവറ കിച്ചൺ ട്രഷറി ഈ പ്രൊഡക്റ്റാണ് ഹൈറിച്ച് കൊടുക്കുന്നത്. അന്ന് കേട്ട നെഗറ്റീവ് നിങ്ങൾ കേൾക്കാൻ സുഹൃത്ത്. ഞാൻ അന്ന് വയസ്സ് കുറവാണല്ലോ, അപ്പോൾ ചിന്താശേഷി കുറവായിരിക്കും സ്വാഭാവികമായിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുളക് പൊടി എന്തൊക്കെയോ മുകളിൽ ഇങ്ങനെ പൊന്തി എടുക്കുക. അതാണ് അന്നത്തെ കംപ്ലൈന്റ്. അത് ഭയങ്കര പ്രതിഷേധം ഗ്രൂപ്പിലൊക്കെ. കാരണം ആളുകൾ ഇതിൽ നെഗറ്റീവ് ഇട്ടാൻ വേണ്ടി കത്തിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫെയിലായി. പിന്നെ ഉപ്പാന്റെ വർക്ക് കാരണം, അതായത് ഉപ്പാക്ക് ആരും കിട്ടുന്നില്ല. ഇപ്പൊ ഭയങ്കര കോൺഫിഡൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇനി പോവാണെങ്കിൽ പോട്ടെ, ഉപ്പാന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചാൽ ഞാൻ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹങ്ങളും ഡ്രീംസും ഒക്കെ നേടിയിട്ടത് അവർ തന്നെയാണ്. എന്നെ ഒരിക്കലും അവരൊന്നും ബുദ്ധിമുട്ടിച്ചൊന്നും വേണമെന്നില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു.
എൻ്റെ വീട്ടുകാര് ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. അതായത് എന്നെ എങ്ങനെയാണോ ഞാൻ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണോ നേടിത്തന്നത് അതേ രീതിയിൽ എനിക്ക് അവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിക്കണം എന്ന് ഒരു തീരുമാനം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഫാമിലി പ്രകടവും പാടില്ല. അവർക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന തീരുമാനം അന്ന് അത് ഉള്ളിൽ നിന്ന് എടുത്താണ്. അല്ലാതെ ആരും പറഞ്ഞിട്ട് അഷ്കര എനിക്ക് കുടുംബം നോക്കാനായിട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ തീരുമാനം എടുത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. കാരണം എന്നെ അത്രയും നല്ല രീതിയിൽ വീട്ടുകാർ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സങ്കടമായി തുടങ്ങി അവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഉപ്പാണ്ട് പറഞ്ഞു, ഉപ്പ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, ഒരു ഐഡിയ എടുക്കട്ടെ എനിക്ക്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഉപ്പ 800 ഗൂഗിൾ പേയിൽ അയച്ചു തന്നു. അന്ന് എനിക്ക് ലീഡേഴ്സായിട്ടൊന്നും കോൺടാക്ട് ഇല്ല. എൻ്റെ ലീഡേഴ്സ് വരുന്നത് എൻ്റെ മുകളിൽ ഒരു കസിൻ ഉണ്ട്, അതിന് മുകളിൽ മിസ്റ്റർ പട്ടൂർ, അതിന് മുകളിൽ അനീസ് പെരുന്നോൾ സാർ, അതിന് മുകളിൽ നമ്മുടെ ജെയ്ക്ക് സാർ, ഷെരീഫ് സാർ. ഇതൊക്കെ ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. അന്ന് ഇവരായിട്ടൊരു കണക്ഷനും ഇല്ല. ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് സ്വന്തമായിട്ട് ഉപ്പാന്റെ സ്പോൺസർഷിപ്പ് വെച്ച് സ്വന്തമായിട്ട് ഐഡിയ അടിച്ച് ദിനരാജ് സാറിനെ വിളിച്ചിട്ട് സ്വന്തമായിട്ട് അന്ന് ഐഡിയ അഡ്ജസ്റ്റ് ചെയ്തു. അന്ന് വേറെ കോമഡി കൂടി ഉണ്ട്. ഇന്ന് 10,000 ആക്ടിവേഷൻ ചെയ്യാനായിട്ട് എൻ്റെ അക്കൗണ്ട് എടുക്കും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് എൻ്റെ ഒരു 800 രൂപ മുസ്തഫ സാറിന് ഉപ്പ അയച്ചു കൊടുക്കാൻ എന്ന സമയത്ത് ഉപ്പ അത് അയച്ചു കൊടുക്കണ്ട, അത് ചിലപ്പോൾ 800 രൂപ മുമ്പെന്ന് പറഞ്ഞ സമയം എനിക്ക്. അതായത് ഈ 800 എന്നിട്ട് അയച്ചു കൊടുക്കാൻ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം, അത് അയച്ചു കൊടുക്കേണ്ട, ഗൂഗിൾ പേയിലൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ അവര് 800 കൊണ്ട് നീ എന്ത് കാട്ടെന്ന് പറഞ്ഞ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അന്ന് ഞാൻ ചെയ്തത് കമ്പനിയിൽ വിളിച്ചിട്ട് ദിനരാജ് സാറാണ് എൻ്റെ ഐഡിയ ആക്ടിവേഷൻ തന്നത്. അപ്പോൾ ദിനരാജ് സാറ് പിന്നെ മിസ്റ്റർ സാർ എന്നോട് എൻ്റെ യൂസ് ഐ ഡി പാസ്വേഡ് ചോദിച്ചിട്ടാണ് അന്ന്. അത് ഞാൻ കൊടുത്തില്ല. ഞാൻ എന്നിട്ട് പ്രതാപൻ സാറല്ല കുരുവിള സാർ, അന്ന് ആരോ CEO ആരാണ്ടായി, അത് പുള്ളി വിളിച്ചു, സാറേ എൻ്റെ ലീഡർ എൻ്റെ യൂസ് ഐ ഡി പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ വിളിച്ച സമയം ഓക്കെ. അപ്പൊ അത്ര അടിപൊളി നെഗറ്റീവ് ആണ്. ഇത് മനസ്സിലാക്കി വരുന്നത് എൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്താണുള്ളത്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഞാൻ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എന്താണ്, എൻ്റെ ഉപ്പാനെ സപ്പോർട്ട് ചെയ്യണം, അവരൊന്നും ഇതിൽ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ എല്ലാ മീറ്റിങ്ങും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് ബിസിനസ് പ്ലാൻ പറയുന്നത് എൻ്റെ ഒപ്പം അടിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ്. എൻ്റെ ഒപ്പം അടിക്കുന്ന ഈ സുഹൃത്തുക്കളോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞ സമയത്ത് അവരാരും അത്ര ചെവി കൊണ്ടില്ല എന്ന് പറഞ്ഞു. അവരത്ര ഇൻട്രസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. താങ്ക് യു. അപ്പോൾ എനിക്കത്ര സങ്കടം ഉണ്ടായി. കാരണം മറ്റൊന്നല്ല, ഒരു പോണി പോട്ടെ, എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇറങ്ങി. നാട്ടിൽ ഞങ്ങൾ കൊറോണ സമയത്ത് ആരും കാണാതെ പാടത്ത് പോയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു സമയം ഉണ്ടാകും. ഈ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തത്തില് എല്ലാ വർത്താനം കഴിഞ്ഞ് ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ എൻ്റെ അടിപൊളി ബിസിനസ് ഉണ്ട്, ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. അന്ന് അവരോട് ചോദിച്ച കാര്യം, അഷ്കര എന്താണ് ബിസിനസ്? അപ്പോൾ എന്ന ബിസിനസിന്റെ പേര് രൂപയാണ് ജോയിൻ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസിന്റെ പേര് ഹൈറിച്ച് എന്നാണ്, ജോയിൻ ചെയ്യാൻ 800 രൂപയാണ് പറഞ്ഞത്. എടുത്ത വഴിക്ക് ഒരു ചെക്ക ചോദിച്ചത്, അഷ്കര നിനക്ക് എന്താണ് കിട്ടിയെന്നുള്ളതാണ്. അഷ്കര നിനക്ക് എന്താണ് കിട്ടിയത്? അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തെ, എനിക്കൊരു ചായപ്പൊടി കിട്ടിയെന്ന് പറഞ്ഞു. അന്ന് എന്തോ ഒരു ജലം കട്ടിയാണെന്നാണ് കിട്ടിയത്. ഒരു ചായപ്പൊടി കിട്ടിയെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവർ കളിയാക്കാൻ തുടങ്ങി. എന്ത് ചായപ്പൊടി ബിസിനസ്സുകാരൻ, ഹൈറിച്ചുകാരൻ, ആളെ പിടിക്കുന്ന ആൾ, പല രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് അത്രയ്ക്ക് ഉള്ളിൽ എടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ, ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഫാമിലി രക്ഷപ്പെടാം ആ ഒരു തീയൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അതൊന്നും എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ഫാമിലി എനിക്ക് രക്ഷപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് കൊണ്ടുവന്നു. പുള്ളിയുടെ പേരൊന്നും അവിടെ പറയുന്നില്ല. പുള്ളി എന്നെ വിളിച്ചൊരു മൂലക്കൊണ്ട്, അഷ്കര എന്താ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യാണ്ട, എനിക്ക് ഈ ഒരു മേഖലയെ പറ്റി അറിയാത്തതുകൊണ്ടാണ്, ഭയങ്കര നെഗറ്റീവ് ഒരു മേഖലയാണ്, ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഓക്കെടാ ഞാൻ ഇത് ചെയ്യുന്നില്ല, പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താ അറിയോ, അവനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും ചെയ്യണ്ട. അവനക്കൊരു ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ട് എനിക്കല്ലേ, എൻ്റെ വീട്ടിൽ രക്ഷപ്പെടുത്തേണ്ട എൻ്റെ കടമല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു അവനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനോട് പറഞ്ഞു, സുഹൃത്തെ നീ ജോയിൻ ചെയ്തില്ലെങ്കിലും വേണ്ട, പക്ഷെ നെഗറ്റീവ് പറയില്ല.
കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എടുത്തുന്ന ആളാണ് ഞാൻ. ഏറ്റവും വലിയ നെഗറ്റീവാണ് ഞാൻ. അപ്പോൾ ഇത് നെഗറ്റീവ് വരണ്ട, ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൽ പറ്റും നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ രീതിയിലാണ് എൻ്റെ ഈ ബിസിനസ്സിലേക്ക് ഒരു കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരുപാട് പ്രയത്നിച്ചിട്ടും എനിക്കൊരാളെ കിട്ടിയിട്ടില്ല, ഒരാൾ ജോയിൻ ചെയ്യിപ്പിച്ച കഥ ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ മോദി അഷ്കർ പെട്ടെന്ന് ദിവസം വന്ന് ലെഫ്റ്റ് റൈറ്റ് ഒരുപാട് പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് വലിയ സംഭവം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഈ രീതിയിൽ നാട്ടിൽ നിന്ന് നല്ല നെഗറ്റിവിറ്റി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ നാടിന്റെ പേര് എന്താണ്, പടിഞ്ഞാക്കര മുക്ക് എന്നാണ്. ഞാൻ അതിനെ പറയാം നെഗറ്റീവ് മുക്ക് എന്നാണ്. കാരണം ഏറ്റവും നല്ല അമ്മാതിരി നെഗറ്റീവാണ് സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കിയ അവസാനം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അമ്മാതിരി നെഗറ്റീവാണ് അവിടെ ഉള്ളത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് ചെയ്യുന്നില്ല, കല്യാണങ്ങൾ ഫങ്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് ലോക്ക്ഡൌൺ ഒക്കെ ഇതായ സമയത്ത് എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസത്തായപ്പോൾ ജസ്റ്റ് കല്യാണങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ സപ്ലൈക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പലകൂടെ. ഈ ഒരു സമയത്ത് കാറ്ററിംഗ് പണിക്ക് ഫാഷൻ തന്നെയായിരുന്നു. അത് ഫുഡ് കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പണിക്ക് പോകുമ്പോൾ കല്യാണങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് ആളുകളുടെ മുമ്പിൽ ഇട്ടിട്ട് കളിയാക്കാൻ തുടങ്ങി. കളിയാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ വലിയ ആളുകൾ വിളിച്ചിട്ട് എനിക്ക് കോട്ടിച്ചെന്നാണോ അഷ്കനത്തിൽ പരിപാടി ഉണ്ടാവും കേട്ട് വെക്കുന്നത്. അപ്പൊ അവരെ വിട്ടു വരും, എന്താ അഷ്കരൻ എന്താ പരിപാടി കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ പറ്റ ഇല്ലാതാക്കിയിട്ടുണ്ട് പല ആളുകളുടെ ഇടയിൽ. നല്ല രീതിയിൽ എനിക്ക് കുറച്ചിട്ടുണ്ട് അവർക്ക്. ചെക്കന്മാരുടെ ഇടയ്ക്ക് ഇപ്പൊ ക്ലബ് ബുക്കോ അല്ലെങ്കിൽ മറ്റേ നെഗറ്റീവ് മുക്കിലൊക്കെ പോയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നല്ല രീതിയിൽ നിന്ന് കുറ്റം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് ബാത്തുറപ്പ് എനിക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇതൊക്കെ പോട്ടെ. ഇനി എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അന്ന് പ്ലാൻ പറയില്ല, അന്ന് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ പിന്നെ പോയത് എൻ്റെ കുടുംബത്തിലേക്കാണ്. കാരണം എനിക്ക് കിട്ടുന്ന ഒരു 19 വയസ്സുകാരന് കിട്ടുന്ന എങ്ങനെയാണ്, അവന്റെ ഫാമിലി, അവന്റെ ഫ്രണ്ട്സ്, വേറെ എന്തായാലും വേറെ പോകാനൊന്നും കിട്ടുന്നില്ലല്ലോ. സോ ഞാൻ എൻ്റെ ഫാമിലിക്ക് പോയി. ഫാമിലിയിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെറുപ്പത്തിലേക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കേൾക്കണം. ചെറുപ്പത്തില് എല്ലാ ഞായറാഴ്ച ഉമ്മാന്റെ വീട്ടിൽ പോകും, എല്ലാ ഉമ്മാന്റെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പൊ എല്ലാവരും എനിക്ക് പൈസ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് തന്നെ എല്ലാവരും 800 രൂപ വാങ്ങിയിട്ട് ഈ 800 രൂപ മുടക്കിയ പൈസ ഉണ്ടല്ലോ അത് തിരിച്ചു പിടിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഉമ്മാന്റെ വീട്ടിൽ പോകുന്നത്. ഉമ്മാന്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞ സമയത്ത് ഇവരൊക്കെ വട്ടം കൂടി തിന്നിരുന്ന പരിപാടി, ഇത് മറ്റേ ആളുകളുടെ പരിപാടിയാണ്, ഇത് മറ്റേ മണി ചെയിനാണ്. ഈ രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കി. അവർ ജോയിൻ ചെയ്തില്ല എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്താണ്, നിങ്ങൾ ഒരുപാട് പേരുടെ പ്ലാൻ പറയുമ്പോൾ അവർ ജോയിൻ ചെയ്തില്ല എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ നെഗറ്റീവ് ഉണ്ടല്ലോ, അത് ഹലാക്കിന്റെ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാല് അവരങ്ങനെ നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 3-4 മാസത്തോളം കൈകരിച്ച് എനിക്ക് പറ്റി ജോലിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ കൊണ്ട് പറ്റൂല, കാരണം ഞാൻ പറയുന്നൊരു പുള്ളി നെഗറ്റീവാണ്, പിന്നെ എനിക്ക് ആകെ കിട്ടാനാണ്. ഈ രീതിയിൽ ഞാനൊരു 3-4 മാസം ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് ആ 3-4 മാസങ്ങളാണ്. അന്ന് ഹൈറിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന വെടിക്കെട്ടിന് 4 ഇരട്ടി കാണാമായിരുന്നു. അപ്പോൾ ഞാൻ 3-4 മാസം നെഗറ്റീവായിട്ടിരുന്ന് എന്തുകൊണ്ട് വീണ്ടും ബിസിനസ്സിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു മെന്റർ ഉണ്ടല്ലോ, ഫാദർ അന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഓരോ ആളുകളെ എനിക്ക് ഇട്ടന്നപ്പോൾ 190 രൂപ വാലറ്റിൽ കണ്ടു. എൻ്റെ ഉപ്പനോട് പറഞ്ഞു, മോനെ 190 കയറിക്കുന്നു, ഇനി അതൊരു 500 ആക്കി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആളെ കിട്ടാൻ അത് പ്രശ്നമല്ല. ആർക്കാണ് പ്രശ്നം? എനിക്കാണ് പ്രശ്നം. ഞാൻ ചെയ്ത കാര്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഉപ്പ ആരാണ് നമ്മുടെ ലീഡർ? അപ്പൊ എന്നോട് എനിക്കൊരു നമ്പർ തന്നു, മുസ്തഫാനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് പറയും, ഇദ്ദേഹം കമ്പ്യൂട്ടറും പിടിച്ച് അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനായിട്ടിരിക്കുന്ന ആളാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ തന്നു. അങ്ങനെയാണ് ആദ്യം മുസ്തഫാറായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ പ്രമോട്ട് ചെയ്യാമെന്നുള്ള രീതി. സത്യം പറയാലോ, ഞാൻ ഇന്ന് ബിസിനസ്സിൽ പ്രമോട്ട് ചെയ്തൊന്നും ഇന്ന് വലിയ ടീം ഉണ്ടാക്കിയതൊക്കെ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇതൊക്കെ ഫേസ്ബുക്ക്, യൂട്യൂബാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. അതുമാണ് ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാത്ത ആളാണ്. യൂട്യൂബ് ആണെങ്കിൽ വല്ല സിനിമ, വല്ല കോമഡി കാണാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബിസിനസ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ
ആ രീതി എനിക്കൊരു സിസ്റ്റം പറഞ്ഞു തന്നു. ആ സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ പിച്ച വെച്ച് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സംസാരം എന്തൊക്കെ പറയുന്നുണ്ട്, സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഏറ്റവും മോട്ടിവേഷൻ. ഞാൻ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, എന്തെന്നറിയോ? ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ലീഡേഴ്സിനെ മുൻനിരയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്ന് എൻ്റെ ടീം എന്ന് പറയുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടീം സ്ക്വാഡ്ര എന്ന് പറഞ്ഞൊരു ടീമായിരുന്നു. ഒരു അനുസ്കൃതനാണ് സാറ്, ജിതിൻ എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ ടീമിലായിരുന്നു ഞാൻ അന്ന് ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ നല്ല രീതിയിൽ ആക്ടിവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിലൊരു ലീഡറിനോട്, ജിതിൻ എന്ന് പറഞ്ഞ ലീഡറിനോട് ഞാൻ ചോദിച്ചു, സാർ എന്നെ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കിച്ചു. അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് അന്നൊന്നും അഡ്മിനാക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു ഗ്രൂപ്പിന് അഡ്മിനാക്കി എന്തിനാന്ന് അറിയോ? ഞാൻ കൊണ്ടുവരുന്ന ആളുകളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്നെ ആഡ് ചെയ്തില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? സ്വന്തമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ടീമിന്റെ പേരാണ് നിങ്ങൾക്ക് കാണുന്ന ടീം റോമൻസ് എന്നുള്ളത്. ആ ടീം റോമൻസിൽ 2 ആളെ ഉണ്ടാവുള്ളൂ. അത് ഞാനും 3 ആള്. ഒന്ന് ജിഷ എന്ന് പറഞ്ഞ ഒരു മേഡം കൊല്ലത്തുള്ള, പിന്നെ ഒരു മുസ്തഫളത്തിൽ ഞാനും. ഞങ്ങൾ 3 ആൾ മാത്രമേ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ രീതിയിലാണ് ടീം റോമൻസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതലാണ് എൻ്റെ തുടക്കം. ആ സമയത്താണ് മിനിയൂട്ടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബില്യനേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ ടീമിനെ അണിച്ച് നിർത്തിയൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു സൈറ്റ് സീലിംഗ് അടിക്കണം എന്നുള്ളതാണ്. ആ ഒരു സൈറ്റ് എന്നല്ല, വലിയ രീതിയിൽ വരുമാനമില്ലാത്തൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഷെബീഖ് പറഞ്ഞു, സാറേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്, പക്ഷെ എന്നെ കൊണ്ട് സീലിംഗ് അടിക്കാൻ പറ്റും തോന്നുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് എന്താണെന്ന് അറിയില്ല, അദ്ദേഹം എന്ത് ചെയ്തു, എനിക്ക് ഒരു ടിക്കറ്റ് സെറ്റാക്കി തന്നു. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അന്ന് വലിയ സംഭവമൊന്നുമല്ല. ആ മീറ്റിംഗ് കഴിഞ്ഞ അന്ന് ഭയങ്കര ചാർജായി. അന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് ദിലീപേട്ടനെ കാണാൻ അവസരം ഉണ്ടാവും. ദിലീപേട്ടൻ എന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ദിലീപേട്ടനെന്ന് കണ്ടപ്പോൾ ദിലീപേട്ടനോട് കുറേ നേരം സംസാരിച്ചു. എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. ഈ ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അഷ്കര അടുത്ത പ്രാവശ്യം നീ മിനിയൂട്ടിയിലേക്ക് വരുന്ന സമയത്ത് ട്രിപ്പിൾ സൈഡ് സീലിംഗ് അടിച്ചിട്ട് വേണം വരാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഒരു സീലിംഗ് പോലും അടിക്കാത്ത അഷ്കർ എങ്ങനെ ട്രിപ്പിൾ സൈഡ് സീലിംഗ് അടിച്ച് അടുത്ത പ്രാവശ്യം വരാന്ന് എനിക്ക് ടെൻഷനായി. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി, ദിലീപ് സാർ മനഃപൂർവ്വം എന്നെ മീറ്റിംഗിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണെന്ന് ഞാൻ അന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ നേടിയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിൻസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ലീഡേഴ്സുമായിട്ട് അന്ന് മുതൽ നല്ല കണക്ഷൻ ഉണ്ട്. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഹൈറിച്ചിലെ എല്ലാ ലീഡേഴ്സുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബ്രദേഴ്സിലേക്ക് എന്താ പറയുക, എല്ലാവരും എൻ്റെ മെൻറ്റേഴ്സാണ്, എല്ലാവരും എൻ്റെ കോച്ചുമാരാണ്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കാറുണ്ട്. അവർ പറയുന്ന പോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഷെബീഖ് സാർ പറയുന്നുണ്ട്, അഷ്കരൻ ഹൈറിച്ച് എന്ന് പറയുന്നത് നിനക്ക് എന്തും ആഗ്രഹിക്കാം, അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച്. അതുകൊണ്ട് തന്നെ ദിലീപേട്ടനോട് പറഞ്ഞു, ദിലീപ് സാറിനോട് ഞാൻ പറഞ്ഞു, ദിലീപ് സാറെ ഞാൻ അത് അടിച്ചിരിക്കുന്നു പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് കമ്പനിയിലെ ആദ്യത്തെ 4 സൈഡ് സീലിംഗ് അത് ഞാൻ അടിച്ചു. അന്ന് അടിച്ചിട്ട് അതാണ് എൻ്റെ ബിസിനസ്സിൽ വന്നിട്ടുള്ള ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. ഫസ്റ്റ് സീലിംഗ് എന്ന് പറഞ്ഞാൽ 4 സൈഡ് സീലിംഗ് ആണ്. അത് കമ്പനിയിലെ ആദ്യത്തെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അന്ന് ആരും 4 സൈഡ് അടിച്ചെന്നല്ല. ആ സമയത്ത് അത് അടിച്ചൊന്ന് അന്ന് 10 മണിക്ക് 2 മണിക്കൂറാണ് ദിലീപേട്ടനെ ഫോണിൽ സംസാരിച്ചു. അഷ്കരെ, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് നീയാണ്, എൻ്റെ ടീമിൻ്റെ എല്ലാം മോട്ടിവേഷൻ നീയാണ്, നീ അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയൊരു എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും തരുന്ന എനർജി ഉണ്ട്. അഷ്കരൻ ഇപ്പോൾ ഇന്ന് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുക. തുടക്കത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല, കളിയാക്കാൻ മാത്രം. തുടക്കത്തിൽ തന്നെ നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കളിയാക്കാൻ മാത്രം ആളുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ട് ബാക്കിൽ. അഷ്കരൻ പൊളിയാന്ന് പറയാനായിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊന്നും ആവും ഞാൻ വിചാരിച്ചതെന്നല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈഫിൽ ഒന്നും ആവില്ല എന്ന് എഴുതി തടഞ്ഞത് വരെ ഇന്ന് പൊക്കി പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 4 സൈറ്റ് അടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഒന്ന് ലെവലായിട്ട് വരാൻ തുടങ്ങിയത്. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത ലക്ഷ്യം 1 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങണമെന്നായിരുന്നു. അത് നേടിയെടുക്കാൻ പറ്റി. പിന്നെ കമ്പനിയിൽ ഡിജിറ്റലിംഗ് അടിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് സെറ്റ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാലും ഗോൾ സെറ്റിംഗ് ആണ്.
ഞാൻ മിനി കൂപ്പർ കാറാണ് ബിസിനസ് വന്നപ്പോൾ ആദ്യം സെറ്റ് ചെയ്തത്. അത് സെറ്റ് ചെയ്ത് ഞാൻ 4 വർഷമാണ് ഇതിന് ഗോള് ടൈം ഇട്ടുള്ളത്. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, മനസ്സിലായോ? അത് 4 വർഷം സെറ്റ് ചെയ്യാൻ ഒരു കാരണം കൂടി ഉണ്ട്. മറ്റൊന്നല്ല, ഈ 4 ലക്ഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് 4 വർഷം കഴിഞ്ഞാല് ഒരു പക്ഷേ ടീമിലുള്ളവർക്ക് ചിലപ്പോൾ അങ്ങ് ഉണ്ടാവുമെന്ന് കൊടുത്താൽ അപ്പൊ നേടിയെടുത്തില്ലെങ്കിലും പ്രശ്നമല്ല, കളിയാവും, വഷളാവില്ല എന്നുള്ള രീതി കൊണ്ട് 4 വർഷം സെറ്റ് ചെയ്താണ്. ആ 4 വർഷം സെറ്റ് ചെയ്തു. ഒരു 3-4 മാസം മുമ്പ് ഉപ്പനോട് ഒരു ആഗ്രഹം പറഞ്ഞു, മോനെ നമുക്ക് കാറൊന്ന് മാറ്റിയത് വെച്ചു. അതിനെന്താ ഉപ്പ നമുക്ക് മാറ്റാറ്? അപ്പൊ പറഞ്ഞു ബാക്കി ഏത് കാറാണ് വേണ്ടി വെച്ചു. പറഞ്ഞു ഇപ്പൊ എനിക്ക് ഫോട്ടോ അയച്ചത് അതിന് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞൊരു കാർ. ആ ടാറ്റ നെക്സോൺ പറഞ്ഞു നമ്മളെ ഷിഫ്റ്റ് വീട്ടിലുണ്ട്, അത് വിൽക്കാം, അത് വിറ്റിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സോൺ വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൻ പറഞ്ഞു ഉപ്പ ആ വണ്ടി അടിക്കുന്നോട്ടെ, പണ്ട് ഉപ്പാക്കുള്ള വണ്ടി ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സന്തോഷം തന്നെയാണ്. ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു 19 വയസ്സ് ഞാൻ പറയുന്നില്ല, കാരണം വർഷം കൂടുന്നുണ്ട്. 20 വയസ്സുകാരന് ഒരു ടാറ്റ നെക്സോൺ കാറ് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീട്ടുകാരൊക്കെ ഹാപ്പിനെസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് നേടിയിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ BMW ഷോറൂമിൽ പോയിട്ട് മിനി കൂപ്പറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വന്നു. ആ സമയത്ത് അവര് മെയിൻ ചെയ്ത് സത്യം പറഞ്ഞാല്. പക്ഷെ രണ്ടാമത്തെ ഞാൻ 3 ദിവസം മുമ്പ് അവിടെ പോയ സമയത്ത് എന്റെ ഡ്രീമിന്റെ പവറോ എന്താന്ന് എനിക്കറിയില്ല, അവരെന്നെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. പെരിന്തൽമണ്ണ പോയത്, അവിടെ പോയിട്ട് ഞാൻ ആഗ്രഹിച്ച റെഡ് കളർ മിനി കൂപ്പറിന്റെ കൂടെ ഫോട്ടോ എടുത്ത് ഞാൻ ഇനി അതാണ് എൻ്റെ ഡ്രീം. അത് ഞാൻ സാറ് പറഞ്ഞ വിഷുമ്പോൾ ഇനി എൻ്റെ സെറ്റിങ് അതാണ്. അപ്പൊ ഇന്നത്തെ സെഷന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചതാണ്. ഞാൻ കഴിഞ്ഞ മാസം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇന്ന വരെ ഞാൻ 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മാസം നിങ്ങൾ കാണാം, ഇതെന്റെ വിഷൻ ബോർഡാണ്. ഈ വിഷൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 ലക്ഷം വാങ്ങും, അതുപോലെ ടാറ്റ നെക്സോൺ കാർ വാങ്ങും എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡ്രീമിങ്ങിന്റെ പവറാണ്. ഇത് അറിയാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പക്ഷെ അത് സത്യമല്ല കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീം എന്ത് നേടിക്കാൻ പറ്റും. ഇന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഒരു പ്രശ്നമല്ല. വീട്ടിൽ തുടക്കത്തിൽ തന്നെ നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത്, കാരണം എന്നെ 8 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് എന്റെ ബാംഗ്ലൂരിൽ വീട്ടുകാർ പഠിപ്പിക്കുന്നത്. ഈ ബിസിനസ്സിക്ക് എനിക്ക് വേണ്ടി ചെലവാക്കിയത് വെറും 800 രൂപ മാത്രമാണ്. സുഹൃത്തെ സങ്കടം എന്ന് പറയാലോ, എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എയർ ഇന്ത്യ എയർ ഏഷ്യ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ഇന്റർവ്യൂവിന്റെ ഒരുപാട് ജോബ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ പോയി കഴിഞ്ഞാല് മാക്സിമം കിട്ടുക എത്രയെന്ന് അറിയോ? ഒരു മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കിട്ടുന്ന ഒരു 16,000 അല്ലെങ്കിൽ 18,000 രൂപ മാക്സിമം ഗ്രൗണ്ട് സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. ഈ ഒരു ക്യാബിൽ കയറുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഈ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിക്കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് ഒരു 30,000 രൂപ 35,000 രൂപ. മിനിഞ്ഞാന്ന് ഒരു ദിവസത്തെ 8 ദിവസം വരുമാനം 18,000 രൂപയാണ് അയച്ചത്. ഈ മാസം ഏകദേശം 45 രൂപക്ക് മുകളിൽ ഇന്നലത്തെ കിട്ടി നോക്കിയിട്ടില്ല, 45 രൂപക്ക് മുകളിൽ ഈ ഒരു മാസം തന്നെ എനിക്ക് നേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക ഹൈറിച്ചിന്റെ പവർ എന്താണെന്നുള്ളത്. ഇന്ന് എന്റെ കൂട്ടുകാർ ജോലി കിട്ടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോലി ഉണ്ട്, ജോലിക്ക് പോയിട്ട് കാര്യമില്ല. ഒരു റൂം എടുത്തൊരു ഫുഡും കഴിച്ച് നിൽക്കുകയാണെങ്കിൽ മിനിമം ഒരു 10,000 രൂപ നമ്മൾ റൂമിനും ഫുഡിനും കൊടുക്കണം. പിന്നെ നാട്ടിൽ അയക്കാൻ എന്താ ഉള്ളത്? പിന്നെ അത്യാവശ്യം നമുക്ക് ഫൗണ്ടേഷനും സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൈസ ഫുള്ളത് മറന്നു, കയ്യിലിരിക്കാനൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒരാളോട് നന്ദി പറയാനുള്ളൂ, ദൈവത്തോട്. കാരണം വെച്ചാല് നിങ്ങൾ എന്നൊക്കെ ഈ ഒരു ബിസിനസ്സിൽ റൈറ്റ് ടൈമിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ദിവസം നന്ദി പറയാം ദൈവത്തോട്. കാരണം ഒരുപാട് ആളുകൾ പുറത്ത് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് ഇതൊന്നും കിട്ടാതെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവ് പറയാനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒട്ടനവധി പേര് നിങ്ങൾ ചുറ്റിലുണ്ടാവും. അവർ കളിയാക്കിക്കോട്ടെ, നിങ്ങൾ ഡ്രീമിനായിട്ട് നിന്ന് പൊരുത്തുക. കളിയാക്കുന്നവർ എത്ര വേണം കളിയാക്കിക്കോട്ടെ, നോ ഇഷ്യൂ.
പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പടിഞ്ഞാക്കര നിൽക്കുന്ന മുക്കുണ്ട് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതാണ് എക്സ്പീരിയൻസിൽ. ഇന്ന് മുക്കിന്റെ മുമ്പിലൂടെ ഒരു ടാറ്റ നെക്സോൺ എന്നാണ് അന്ന് കളിയാക്കിയ, അന്ന് തള്ളി പറഞ്ഞ ഒരു 19 വയസ്സാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നോക്കും, അപ്പൊ എങ്ങനെ എത്തി വെക്കും. നമ്മളെ കളിയാക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ഒരു ദിവസം അവര് കൈയടിക്കുന്ന ഒരു ദിവസം വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈ റിച്ച് ആണ്. എല്ലാവർക്കും ഹൈ റിച്ചിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് നേടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് സെഷൻ ഇവിടെ പങ്കെടുക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും. ഞങ്ങൾ കൂടെ ഉണ്ട്, അല്ലെ നിങ്ങളുടെ ലീഡേഴ്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുക, വിജയിക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഹൈ റിച്ച് കാണുന്ന ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന മെമ്പേഴ്സായിട്ട് ടീം വിന്നേഴ്സിലെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.